നമസ്കാരം. ഞാൻ ആശ കല്യാണി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആയിരവില്ലി പാറയിലാണ്. കൊട്ടാരക്കര ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. കൊട്ടാരക്കര കോട്ടയം MC റോഡിൽ ഇഞ്ചക്കാട് എന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ അകത്തേക്ക് മാറിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കൂടുതൽ ആധികാരിക വിവരണങ്ങളൊന്നും പറയാനില്ല കേട്ടോ. ഇവിടെ സാധാരണയായി ഞങ്ങൾ വന്നു പോകാറുള്ളതാണ്. ഇതൊരു കുഞ്ഞു യാത്രയാണ്. ചാനലിന് ഒരു കണ്ടൻറ് എന്ന ചിന്തയൊന്നും പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. വെറുതെ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഇറങ്ങിയതാണ്. പിന്നെ മീനമ്മ ഇവിടെ വന്ന ശേഷം അവളെ എങ്ങും കൊണ്ടുപോയിട്ടില്ല എന്ന പരാതിയും മാറിക്കിട്ടും. ഇറങ്ങിയപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിരുന്നു. പാറയുടെ മുകളിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചുരുക്കെഴുത്തിന് ഒരു വീഡിയോ ചെയ്യാം എന്ന തോന്നലുണ്ടാവുന്നത്. തിരിച്ചിറങ്ങിയപ്പോഴേക്കും നന്നേ ഇരുട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കയറി വരുന്ന വഴിയോ മറ്റ് ദൃശ്യങ്ങളോ പകർത്താൻ കഴിയാതിരുന്നത്. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല, ശരിക്കും ഒരു ഉപദേവാലയമാണ്. ഇടയ്ക്ക് നാട്ടുകാരൊക്കെ ഒന്ന് പോകും എന്നല്ലാതെ വലിയ ബഹളങ്ങളൊന്നുമില്ല. പിന്നെ ചില ഇൻസ്റ്റഗ്രാം വീഡിയോസും മറ്റും കണ്ട് ചിലരെങ്കിലും വന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയപ്പോഴും അധികം ആരും ഉണ്ടായിരുന്നില്ല. അടുത്തെവിടെയോ താമസിക്കുന്ന ഒരു ഫാമിലി മാത്രം ഉണ്ടായിരുന്നു. അവർ പുതിയ പെണ്ണിനെ നാട് കാണിക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തേ ആയിരവല്ലിപ്പാറ എന്നൊരു പാറയുണ്ട്. അവിടെ നിന്നാലേ നമ്മുടെ കൊട്ടാരക്കര മൊത്തം കാണാം. ഒരു ദിവസം നമുക്ക് പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് വന്നതാവും. ഒരു 2-3 കൊല്ലം മുമ്പ് ഞാനും ഇതുപോലെ ഇവിടെ വന്നതാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ചിരി വന്നു. എന്തൊക്കെയാണെങ്കിലും വെയിൽ താഴുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന പൂർവികർ മലകളെയും കുന്നുകളെയും പാറക്കെട്ടുകളെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെയും അതങ്ങനെ തന്നെ പാലിച്ചിരിക്കുന്നു. തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേവാലയമാണ് ആയിരവില്ലി മലനട. ഇവിടെ 2 പാറകളിലുമായി 4 ദിക്കിലേക്കും തെളിയിക്കാവുന്ന വിളക്ക് തറകളുണ്ട്. കൽവിളക്കും വഞ്ചിയും അടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിളക്കുകളും നേർച്ച വെച്ച അടക്കയും വെറ്റിയുമെല്ലാം നിലത്തിരിക്കുന്നുണ്ട്. വലിയ പാറയിൽ ഒരു കുളമുണ്ട്. അതിനൊരു പ്രത്യേക ഘടനയാണുള്ളത്. അതിൽ മീനുകളും ഉള്ളതാണ്. പക്ഷേ ഇത്തവണ ഇരുട്ടായതുകൊണ്ട് ഞാൻ മീനുകളെയൊന്നും കണ്ടില്ല. ഈ പാറയെക്കുറിച്ചും കുളത്തെക്കുറിച്ചും കുറേ കഥകളുണ്ട്. കുളത്തിൽ വീണുപോയാൽ പിന്നെ അയാളെ കിട്ടുന്നത് വേറെ എവിടെയോ ഉള്ള പുഞ്ചപ്പാടത്ത് നിന്നാണത്രേ. അങ്ങനെ കേട്ടുകളയേണ്ട മുത്തശ്ശി കഥകൾ ധാരാളമുണ്ട് ഈ പാറയെക്കുറിച്ച്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ 1ാമത്തെ ഓണത്തിന് ഞങ്ങൾ ഒന്നിച്ചിവിടെ വന്നിരുന്നു. അതറിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അമ്മൂമ്മ പറഞ്ഞതാണ് ഈ കഥകളൊക്കെ. പിന്നെ പെൺകുട്ടികൾ അവിടെ കയറാൻ പാടില്ലെന്ന് താക്കീതും ചെയ്തു. അവരുടെ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമുക്കൊരിക്കലും മുതിർന്നവരെ തിരുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനതിൽ കൂടുതൽ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. ഇടയ്ക്കെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തെക്കുറിച്ച് അവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. ജോലിയുടെ ടെൻഷനും പഠനത്തിൻ്റെ മടുപ്പും അടുക്കളയിൽ തളം കെട്ടി നിൽക്കുന്ന ഗന്ധങ്ങളും മാത്രമായി തണ്ണീർ വറ്റിയ ഒരു ചെറുപുഴ പോലെ ജീവിതമിങ്ങനെ നിശ്ചലമായി ഒഴുകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇത്തരം കുഞ്ഞു യാത്രകൾ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ക്രിയേറ്റീവായിരിക്കാനും സ്വയം സന്തോഷമായിരിക്കാനും അത് സഹായിക്കും. പുതുമഴ പെയ്യുമ്പോൾ ചെടികൾക്കും മണ്ണിനും ലഭിക്കുന്ന ഉണർവ് പോലെയാണിത്. 24/7 ഹോം മേക്കർ ആയിരിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും വീണ് കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളുടെ വാല്യൂ അറിയാൻ പറ്റും. ഈ കുഞ്ഞു സന്തോഷത്തിൻ്റെ ഓരോ തരിയും ആ വീട്ടിലുള്ളവർക്ക് തന്നെ സന്തോഷം നൽകുന്നതാവും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകാമെന്ന് തോന്നിയാൽ കൊട്ടാരക്കരക്കാർക്ക് ഇവിടേക്ക് വരാം. കാറ്റും പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും സൂര്യാസ്തമയവും നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കും എന്നതിൽ തർക്കമില്ല. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്തെന്നാൽ ഇവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണ്. കരുതലോടെ മാത്രം വന്നു പോകാൻ ശ്രദ്ധിക്കുക.